വല്ലാത്തൊരു നോക്കല്. കാർവാഷിനെ കൊണ്ടുപോയാൽ ഇവിടെ ചളി പോയിട്ടില്ലല്ലോ, അവിടെ ഒരു വരണ്ടല്ലോ, അവിടെ ചളിയുടെ ഒരു നനവുണ്ടല്ലോ, പിന്നെ ചളി പൊടി പിടിച്ച് നടക്കണ കാണാൻ പറ്റും. പക്ഷേ മനുഷ്യന്റെ സമ്പത്തിനോടൊരാർത്തിയും എന്തെന്നില്ലാത്തൊരു അഭിനിവേശവുമുള്ളൊരു സമയമുണ്ട്. ഷൈബാനുർ റാഇക്ക് ആടുകളാണ്, അദ്ദേഹത്തിന്റെ ആടുകൾ അദ്ദേഹത്തിന്റെ ജീവനാണ്. പക്ഷേ ജുമുഅ നിസ്കാരമായി കഴിഞ്ഞാൽ മരുഭൂമി ജുമുഅക്കുള്ള നിസ്കാരത്തിന് വരാൻ, ജുമുഅ നിസ്കാരമായാൽ മഹാനായ ഷൈബാനുർ റാഇ ആടുകളെ എവിടെ പിടിച്ചു കെട്ടും? ഒരു മരുഭൂമി ആലോചിച്ച് നോക്കൂ. ആടുകൾ അവിടെ നിർത്തിയിട്ട് ജുമുഅക്ക് പോന്നാൽ പിന്നെ എവിടെ തെരഞ്ഞാലും ആടുകളെ കിട്ടുക? 4 ഇങ്ങോട്ട് പോയിട്ടുണ്ടാവും, 4 ഇങ്ങോട്ട് പോയി കാണും, 4 വടക്കും തെക്കും പോയി. അവകളെ തെളിച്ചു വരുമ്പോഴേക്കും നേരം വെളുക്കും. മഹാൻ എന്താ ചെയ്യുന്നറിയോ? ജുമുഅക്ക് വാങ്ക് വിളിച്ചാൽ, ജുമുഅന്റെ നേരമായാൽ ആടുകളുടെ മുമ്പിൽ ഒരു വര വെച്ചു കൊടുക്കും. ഒരൊറ്റ വരയാണ് ഭൂമിയിൽ. ഈ വരന്റെ അപ്പുറത്തേക്ക് പോവരുത് കേട്ടോ എന്നതിനർത്ഥം. ആടുകൾക്കൊരു വര വെച്ചു കൊടുക്കും. അങ്ങനെ ജുമുഅ കഴിഞ്ഞ് തിരിച്ചു വരും. വഹിയ കമാ തറകഹാ, ആ ആടുകള് ആ വരന്റെ അപ്പുറത്തേക്ക് പോകില്ല. ഇസ്വാബയിൽ മഹാനവറുകളെ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ആടുകൾ ആ വരന്റെ അപ്പുറത്തേക്ക് പോകില്ല. ജുമുഅ കഴിഞ്ഞ് വന്നാലും അവിടെ തന്നെ നിന്നിട്ടുണ്ടാവും. ഇന്ന നബിയ്യം മിനൽ അംബിയാഇ കാന യഖുത്തു ഖത്താ, അമ്പിയാക്കന്മാരിൽ അങ്ങനെ വരകൾ വരച്ചിരുന്നൊരു നബിയുണ്ടായിരുന്നുവെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ഫമൻ വാഫഖ ഖത്തുഹു ഖത്ത ഫഹുവ ദാക. ഏതായിരുന്നാലും ഷൈബാനുർ റാഇ അല്ലാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് വരച്ചു പോകും. നമ്മുടെ മുൻഗാമികളിൽ ഒരു മഹാനായ പണ്ഡിതനെ സംബന്ധിച്ച് പറയാറുണ്ട്, നിസ്കരിക്കാൻ സമയമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, യാത്ര ചെയ്ത് ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ നിസ്കാരം പോയി പോകും, അതിനിടയ്ക്ക് സ്റ്റോപ്പുമില്ല, വണ്ടിയോട് കൊട്ടിയിട്ട് നിൽക്കണേ എന്ന് പറഞ്ഞ് വാഹനം നിന്ന് ഒളുവെടുത്ത് എഞ്ചിന് കേടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് ഒരു കുഴപ്പമില്ല. മഹാൻ നിസ്കാരം കഴിഞ്ഞപ്പോഴേക്കും വണ്ടിക്ക് കേട് കയറുകയും ചെയ്തു. അങ്ങനെ ഒരു മഹാന്റെ ചരിത്രം നമ്മുടെ ഉസ്താദുമാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഉസ്താദ് ഓർമ്മ ഉണ്ടായിരുന്നത് ഇവിടുത്തെ കാതി, മംഗലാപുരം കാതി, കാഞ്ഞങ്ങാട് കാതി, നമ്മളെ മട്ടന്നൂരുണ്ടായിരുന്ന കാതിയാരാ, കുളവേൽകാരൻ കാതി. മാഷാ അല്ലാഹ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഓരോ നാട്ടിലും കാണും. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. അതിനൊന്നും നമുക്ക് ഭൗതികമായി വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഇതിപ്പോ കേൾക്കുന്നത് വെറുതെ ബടായി പറയായിരിക്കും. അത് അനുഭവിച്ച ആളുകൾ മുമ്പിലുണ്ടാകുമ്പോ അവര് പറഞ്ഞു കേൾക്കുന്നത് കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇങ്ങനെയും സംഭവിക്കുമോ? സംഭവിക്കും. അള്ളാഹുവിന്റെ ചില ആളുകൾ അങ്ങനെയാണ്. ഷൈബാനുർ റാഇ വരച്ചു പോകും. ആ വരയുടെ ഇപ്പുറത്തേക്ക് ആളുകൾ പോകില്ല. മഹാന്മാരായ ആളുകൾ കച്ചവട സ്ഥാപനങ്ങളിൽ സാധനങ്ങൾ തൂക്കിക്കൊണ്ടിരിക്കുകയും അതിന്റെ പൈസ എണ്ണുകയും ചെയ്യും. അൽ അദാൻ, നാണയങ്ങൾ ഭൂമിയിൽ ഇട്ടിട്ട് പോകും. ഫനഹല വനഫലഹ, കയ്യിലെ നാണയങ്ങൾ അവിടെ ഇടും. നിസ്കരിക്കാൻ വേണ്ടി പോകും. തിരിച്ചു വന്ന് നോക്കിയാൽ പൈസ കറക്റ്റ് ആയിരിക്കും, ആരും കട്ടുകൊണ്ടുപോയിട്ടുണ്ടാവില്ല. ഇന്ന് നമ്മൾ ഗോദ്രേജിന്റെ പൂട്ടിട്ടാൽ പൂട്ട് വരെ പൊളിച്ചു കൊണ്ടുപോകും. സുബ്ഹാനല്ലാഹ്. അന്ന് മദീനയിൽ കച്ചവട സ്ഥാപനങ്ങൾക്ക് ഷട്ടറില്ലായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കച്ചവട സ്ഥാപനങ്ങൾ തുറന്നു നോക്കും, അങ്ങനെ തന്നെ അടക്കലും തുറക്കലും ഒരുപോലെയാണ്, ഒരു പണിയില്ല. അതങ്ങനെ ഇട്ടുപോവുക, ഒരാൾ മോഷ്ടിക്കൂല. സുബ്ഹാനല്ലാഹ്. ഷട്ടറുകളില്ലായിരുന്നു ആ കടകൾക്ക്. അതിൽ മുത്തുകൾ വിൽക്കുന്ന കടകളുണ്ട്. വിലപിടിപ്പുള്ള സാധനങ്ങൾ, അന്നത്തെ തുണിത്തരങ്ങൾ ഒക്കെ വിലപിടിപ്പുള്ളതാ. ഷാമിൽ നിന്ന് വരണം, യമനിൽ നിന്ന് വരണം, ആരും തൊടൂല. സുബ്ഹാനല്ലാഹ്. അവർ അള്ളാഹുവിനെ സൂക്ഷിച്ചപ്പോൾ അള്ളാഹു അവർക്ക് സംരക്ഷണം കൊടുത്തു എന്നാണ് ഇതിനർത്ഥം. ഇന്ന് നമ്മൾ എത്ര കൂട്ടി വെച്ചാലും വാതിൽ വരെ എന്തെല്ലാം ഉറപ്പുവെക്കുന്നുണ്ട്. വാതിലിന് ഇങ്ങനെ ക്രോസ് ആയിട്ട് എന്റെ ബാക്കിൽ ഒരു ഇരുമ്പിന്റെ ബാർ കൊണ്ട് കൊളുത്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു ബാർ, എന്നാലും കള്ളന്മാരെ കുത്തിപ്പൊളിക്കും അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പോ മഹാന്മാരങ്ങനെയാണ് അള്ളാഹുവിന് വേണ്ടി പടച്ചതമ്പുരാന്റെ മുമ്പിൽ ഹൃദയം സമർപ്പിച്ച ആളുകളെ. നമ്മളത് പറയുമ്പോഴും അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഈമാനിന്റെ ഖനമെത്രയാണ് അത് നമുക്ക് ശരിക്കൊന്ന് ഊഹിച്ചെടുക്കാൻ പറ്റിയാൽ. നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം കടലിലൂടെ നടന്ന നബിയാണ് നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം. മഹാനവറുകൾ എവിടെയാണെന്ന് ഹവാരിമാർക്ക് മഹാനായ ഈസാ നബിയെ കാണാതെ വന്നു. അവരോടിച്ചെന്നു. നോക്കുമ്പോ വെസ്റ്റ് ബാങ്കിന്റെ ഭാഗത്താണ്. അവിടെ നിന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം മെഡിറ്ററേനിയൻ കടലിന്റെ ഓളങ്ങളിലൂടെ നടക്കുകയാണ്. അപ്പൊ അവരൊക്കെ പറഞ്ഞു, ഗുരു അങ്ങ് വെള്ളത്തിന്റെ മേൽ നടക്കുകയോ ചോദിച്ചു.
ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു തന്റെ അടുത്തൊരു ഹവാരിയോട്, അനുചരനോട്, ദാ ഇങ്ങോട്ട് വാ. അദ്ദേഹത്തിന്റെ കാല് വെള്ളത്തിൽ ആണ്ടുപോവുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം കൈകൊടുത്ത് കൈപിടിച്ച് വലിച്ചു കൊണ്ടുവന്നു. പക്ഷെ അദ്ദേഹത്തിന് നിൽക്കാൻ കഴിഞ്ഞില്ല. മഹാനവറുകൾ പറഞ്ഞു, ലൗ കാന ഫീ ഖൽബി അഹദികും ഹബ്ബത്തും മിനൽ യഖീൻ ലമശൈതും അലൽ മാ. നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ശരിയായ വിശ്വാസം ഒരു ധാന്യമണിയോളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിലൂടെ നടക്കാൻ കഴിയും. ഈസാ നബി അലൈഹിസ്സലാം അവിടുത്തെ അനുജന്മാരോട് പറഞ്ഞതാണ്. മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, റോമക്കാരുമായുള്ള യുദ്ധം നടന്നിട്ട് നമുക്ക് വഴിയെ വരുന്നുണ്ട്. 2,80,000 വരുന്ന ശത്രുക്കളുമായി നടന്ന യുദ്ധത്തിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു വിജയം വരിച്ചിട്ടുണ്ട്. മുസ്ലിമീങ്ങളെന്ന് 32,000 2,80,000 ശത്രുക്കൾ, റോമക്കാർ. അന്ന് റോമൻ സൈന്യവുമായി യുദ്ധം നടക്കുന്നുണ്ട്. മുസ്ലിമീങ്ങൾ വന്ന് പറഞ്ഞു, ഖാലിദ് ബിൻ വലീദ്, നമ്മൾ പേടിക്കുമോ? നമുക്ക് പേടി വരുന്നുണ്ട്. നമുക്ക് പരിസരത്തുള്ള പർവ്വതങ്ങളിലേക്ക് ഓടി ഒളിക്കേണ്ടി വരുമോ? മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു, നമുക്ക് അജാഉസ്ലി എന്ന് പറയുന്നൊരു പർവ്വതമുണ്ട്. അജാഉസ്ലി പർവ്വതത്തിലേക്ക് പോയി നമ്മൾ ഒളിക്കണോ? മാ അക്സറുർ റൂം, റോമക്കാർ എത്രയാണ്, എത്ര വലുതാണ് ആ സൈന്യം എന്ന് മഹാനായ ഖാലിദ് എന്നവരോട് പറഞ്ഞപ്പോ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ പറയല്ലിൻ, ബല്ലിലല്ലാഹിൽ മുൽതജാ, അല്ലാഹുവിലേക്കാണ് നമ്മൾ ഓടുന്നത്, നമ്മൾ മലമുകളിലേക്കല്ല ഓടുന്നത്. ഫദമഅത് ഐനാ, സൈന്യത്തിന്റെ നേതാവ് സൈഫുല്ലാഹിൽ മസ്ലൂൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊലിക്കുന്നു. മഹാനവറുകൾ പറഞ്ഞു, ഖുൽ, പറയുക, മാ അക്സറുൽ മുസ്ലിമീന വഅഖല്ലർ റൂം, മുസ്ലിമീങ്ങൾ എണ്ണത്തിൽ കൂടുതലുണ്ട് എന്ന് പറയിൻ, റോമക്കാർ ചെറുതാണെന്ന് പറയിൻ. എങ്ങനെ പറയാനാ? മുസ്ലിം 32,000 ഉള്ളൂ, ശത്രുക്കൾ 2,80,000. 2,80,000. എന്നിട്ട് ആ സൈന്യത്തോട് പടപൊരുതി ജയിച്ചിട്ടുണ്ട് മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. ലവദിത്തു അന്നൽ അഷ്ഖറ ബറാഉം മിൻ തവജ്ജീഹ്, എന്റെ കുതിര അഷ്ഖർ എന്ന കുതിരയുടെ പേരാണ്. എന്റെ അഷ്ഖറിന്റെ അസുഖം മാറിയിരുന്നുവെങ്കിൽ വ അന്നർ റൂമ അദ്അഫുൽ അദദ, റോമക്കാർ ഈ വന്നതിന് ഇരട്ടി ഇനിയും വന്നെങ്കിൽ, റോമക്കാർ 5,60,000 ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോവുകയാണ്. 3 ദിവസത്തോടുകൂടെ 3 ദിവസം കൊണ്ട് ആ യുദ്ധം വിജയിച്ചത് 32,000-ഓളം വരുന്ന സത്യവിശ്വാസികളെയും കൊണ്ട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. അപ്പൊ റോമൻ സൈന്യാധിപൻ വന്ന് പറഞ്ഞു, അല്ല ഖാലിദേ, നിങ്ങളുടെ കാര്യം ഭയങ്കര അത്ഭുതമാണല്ലോ, എവിടുന്നാണ് ഈ വിജയം? അല്ലാഹ്, ഞങ്ങളുടെ ആയുധമല്ല, മുസ്ലിമിന്റെ ആയുധത്തിന്റെ ബലത്തിലല്ല വിജയം, അല്ലാഹുവിലുള്ള വിശ്വാസത്തിലാണ്, ഈമാനിലാണ് വിജയം. തക്ബീർ മുഴക്കുന്ന ഒരു മുസ്ലിമിന്റെ ശക്തി അല്ലാഹു നൽകുന്ന ശക്തിയാണ്. അതുകൊണ്ട് ഞങ്ങൾ എണ്ണത്തിൽ പേടിക്കാറില്ല, എണ്ണത്തെ പേടിക്കാറില്ല മുസ്ലിമീങ്ങൾ. ബദർ 1000-നെതിരെ 300 കൊണ്ടാ യുദ്ധം നടന്നത്. എണ്ണമല്ല. നമ്മൾ അല്ലാഹുവിന്റെ ആളുകളാണോ, അല്ലാഹു നമ്മെ സംരക്ഷിക്കും. ഒരാൾക്കൊന്നൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. എന്തിനാ പേടിക്കുന്നത്? നമ്മൾ അല്ലാഹുവിനനുസരിച്ച് ജീവിച്ചാൽ ഈ ഭൂമിയിൽ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ, ഓരോ മനുഷ്യനും ഈ നാട്ടിൽ എവിടെ ജനിച്ചു എവിടെ മരിക്കണം അല്ലാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. യഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ, നമ്മളെ ഖബർ എവിടെയാണോ വേറെ ഏത് രാജ്യത്താണോ അല്ലാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതിലൊരു മാറ്റവും ആർക്കും ചെയ്യാൻ കഴിയില്ല. ഇവരാരുമല്ല പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്. ഇവിടെ ഒരു സൂര്യോദയം കൊണ്ടുവരാൻ ലോകത്തെ മനുഷ്യരുടെ ഒരു കൂട്ടായ്മക്കും കഴിയില്ല അല്ലാഹു തീരുമാനിക്കാതെ. സൂര്യാസ്തമയവും രാവും പകലും ആര് കൊണ്ടുവരുന്നു? അല്ലാഹു ജല്ല ജലാലു. കിണറ്റിലെ വെള്ളം കോരി കുടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. അതല്ലാഹു ഖുൽ അറഅയ്തും മിൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, നിങ്ങളുടെ കിണറുകളിലെ വെള്ളം വറ്റിപ്പോയാൽ ആരാണടോ നിങ്ങൾക്ക് കുടിവെള്ളം തരുന്നത് എന്ന് ചോദിച്ചവനാണ് അല്ലാഹു. നമ്മൾ അഹങ്കരിക്കാണ്, ജ്യൂസും കുടിച്ചിട്ട് പറയാ നിങ്ങൾ ഇറങ്ങിപ്പോയിക്കോളൂ. ആരാണ് ഇവിടെ മനുഷ്യനെ കൊണ്ടുവന്നത്? സർവശക്തനായ അല്ലാഹു. അവന്റെ ചില നിയമങ്ങളും ചില നിർദ്ദേശങ്ങളും ചില സംവിധാനങ്ങളും ഉണ്ട് ഇവിടെ. അത് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ.
എന്നല്ലാതെ മനുഷ്യനായിട്ട് ധിക്കാരിയായിട്ട് ഇറങ്ങി പുറപ്പെടല്ലേ. നിനക്കൊരു പനി പിടിച്ചാൽ മൂലക്ക് കിടക്കേണ്ട ആളാണ് നീ. ഒരു ജലദോഷം പിടിച്ചാൽ നിന്റെ ഹുങ്ക് എന്ത് പറ്റും നിനക്ക്? ഒരു തലവേദന വന്നാൽ നിന്റെ ഈ വാ നിറഞ്ഞ വർത്തമാനങ്ങൾ നിനക്കെന്ത് ചെയ്യാൻ കഴിയും? മനുഷ്യൻ വഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ദുർബലനാണ്. നമ്മൾ തിരിച്ചറിയണം. വഖുലിഖൽ ഇൻസാനു അജൂല, മനുഷ്യൻ താർക്കികനാണ്. മനുഷ്യൻ കടുത്ത ധൃതി പിടിച്ച് കാര്യങ്ങൾ അവധാനതയോടെ ചെയ്യാത്തവനാണ്. എന്തെല്ലാം വചനങ്ങൾ ഖുർആൻ നമ്മെ ഉണർത്തുന്നു സഹോദരങ്ങളെ. അതുകൊണ്ട് അല്ലാഹു ജല്ല ജലാലു ഈ ഉമ്മത്തിന് ഹിഫ്ള് തരും, അല്ലാഹു സംരക്ഷണം നൽകും. മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടുന്ന് ആ വിജയം എന്റെ റബ്ബിൽ നിന്ന്. എന്നാൽ ഞങ്ങളൊന്ന് പരീക്ഷിക്കട്ടെ. പരീക്ഷിച്ചോളൂ. ഞങ്ങൾ അതിശക്തമായ വിഷം നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. പോയിസൺ. പാമ്പ് കൊണ്ട് അള്ളാഹു സംരക്ഷിച്ച ചില മഹാന്മാരുണ്ട്, ഞാൻ വഴിയെ പറയാം. ഒരു കപ്പ് നിറയെ പോയിസൺ കൊണ്ടുവന്നു. ആ അള്ളാഹുൽ വിശ്വാസം ഉണ്ടെങ്കിൽ കുടിച്ചൂടെ എന്ന് ചോദിച്ചു. ഞാൻ കുടിക്കാം. സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഈ വചനങ്ങൾ ചൊല്ലുകയും ഈ വചനങ്ങൾ ചൊല്ലിയാൽ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇത് നമ്മളോട് പരീക്ഷിക്കണമെന്ന് ശറഅ പറഞ്ഞിട്ടില്ല. കാരണം നമുക്ക് നമ്മുടെ ഈമാൻ ദുർബലമാണെന്നറിയാം. പക്ഷേ ചരിത്രത്തിൽ നടന്ന സംഭവങ്ങളെ നമ്മൾ അപഗ്രഥിക്കുകയാണ്. ഈമാനിന്റെ ഉറപ്പുള്ള ആളുകൾ അവരതനുസരിച്ച് പ്രവർത്തിച്ചു. ലം യദുറഹു ഷൈഉൻ, ഇതാരെങ്കിലും ചൊല്ലിയാൽ അവർക്ക് ഒരു ഉപദ്രവവും ഉണ്ടാവില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാലിദ് തങ്ങളെ തരിൻ നിങ്ങളുടെ വിഷം എന്ന് പറഞ്ഞു. റോമക്കാർ ആ വിഷം കൊടുത്തു. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ദൈവത്തിന്റെ നാമത്തിൽ, സൃഷ്ടാവിന്റെ നാമത്തിൽ, അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ഇത് കുടിക്കുകയാണ്. അവന്റെ നാമം ചൊല്ലിയാൽ ഭൂമിയിലോ ആകാശത്തോ ആർക്കുമേ ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല. വഹുവസ് സമീഉൽ അലീം, അവനെല്ലാം കാണുന്നവനും അറിയുന്നവനും കേൾക്കുന്നവനുമാണ്. കുടിച്ചു നോക്കിയപ്പോ ശരിക്ക് റെഡ് ബുള്ളൊക്കെ കുടിച്ച പോലെ, ആരോഗ്യമല്ല ഉന്മേഷം. റെഡ് ബുൾ കുടിക്കണ്ടേ, ഒരു എനർജി ഡ്രിങ്ക് കുടിച്ച പോലെ ഭയങ്കര ആരോഗ്യം. അപ്പൊ അവര് പറഞ്ഞു, ഖാലിദെ വെയിലത്ത് നിൽക്കുന്നു പറഞ്ഞു. ഈ വിഷം കുടിച്ച് വെയിൽ കൊണ്ടാൽ ആള് തകരുന്നാണ്. വിഷം ശരിക്ക് ശരീരത്തിൽ ആണ്ട് പൂണ്ടിറങ്ങുമെന്നാണ്. കാരണം ഞാൻ വെയിൽ കൊണ്ടേക്കാൻ കുഴപ്പമില്ല. വെയിലത്ത് നിന്നു. മതിയോ എന്ന് ചോദിച്ചു. ഉച്ചവരെ കൊണ്ടു. ആ മതി മതി, കുഴപ്പമില്ല, ഒന്നും സംഭവിച്ചില്ല. അതാണ് സൈഫുല്ലാഹിൽ മസ്ലൂൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. ഇതൊക്കെ